ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കസിൻസൊക്കെ ആയിട്ടൊന്ന് മീറ്റ് ചെയ്ത് കറങ്ങിയിട്ടൊക്കെ വരാൻ വേണ്ടിയാണല്ലോ നമ്മൾ പോണത്. അപ്പം വൈകുന്നേരം ആയിട്ടോ പോകാൻ ഇറങ്ങിയത്. ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. ഇതെൻ്റെ ഇളയ അനിയനായിട്ടോ. ഒരു അനിയനും കൂടി ഉണ്ട്. അനിയൻ ഗൾഫിലാണ്, ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ. ഇതിപ്പം എൻ്റെ എന്താ പറയുക, എൻ്റെ ഇത്താൻ്റെ പ്രൊട്ടക്ഷനുണ്ട്, അതേപോലെ എൻ്റെ ഒരു അനിയനും ഉണ്ട് കേട്ടോ. അവർ വീഡിയോ നോക്കി എന്തൊക്കെയൊക്കെ പറയുമായിരുന്നു ആ സമയത്ത്. പിന്നെ അവരെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി സോങ് ആയിരുന്നു. ഞാൻ എന്തായാലും ഇതിവിടെ കുറച്ച് ചെറിയ ഭാഗം ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവരെ പാട്ടൊക്കെ കേട്ട് നല്ല ആസ്വദിച്ച് നമ്മൾ ഫസ്റ്റ് പോയത് ബീച്ചിലേക്കാട്ടോ. എന്നുവെച്ചാൽ അപ്പം ഞാൻ ആദ്യം ഓർത്തത് ഇവിടെ ഓൺ വോയിസ് ചെയ്യേണ്ട എന്നുവെച്ചാൽ നമ്മൾ സംസാരിക്കുന്നതൊക്കെ തന്നെ വീഡിയോയിൽ ആഡ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ അവിടെ പാട്ടും ഒക്കെ ഉള്ളത് കാരണം പിന്നെ എനിക്ക് ചിലപ്പോൾ കോപ്പിറൈറ്റ് ക്ലെയിം വന്നാലോ എന്നൊരു പേടിച്ചിട്ട് ഞാൻ പിന്നെ ഓൺ വോയിസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ കയറിയ പാടെ തന്നെ നമ്മൾ ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അതിനാണല്ലോ മെയിനായിട്ട് നമ്മൾ ഇവിടെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുന്നത്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആരൊരാൾ ചോദിച്ചിരുന്നത് എൻ്റെ അനിയത്തിയാണോന്നും. പക്ഷെ അനിയത്തിയല്ല കേട്ടോ, എൻ്റെ ചേട്ടത്തി. അത് എൻ്റെ രണ്ടാമത്തെ എത്തിയാട്ടോ അത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കാറ്റാടീൻ്റെ ഉള്ളിലേക്ക് കയറുക കേട്ടോ. അവിടെയാണ് ഇപ്പം ഞങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു, നല്ല ക്ലൈമറ്റൊക്കെ ആയിരുന്നു കേട്ടോ. ചെറുതായിട്ട് ചാറ്റൽ മഴയും അതേപോലെ തന്നെ അന്തരീക്ഷമൊക്കെ കാണാൻ നല്ല സൂപ്പറായിരുന്നു. പിന്നെ ഞങ്ങൾ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ കസിൻസൊക്കെ ആയിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ പുറത്തിട്ടൊക്കെ ഒരുമിച്ച് പോകുന്നത്. അപ്പോൾ അതിൻ്റേതായ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവനെ ഞാൻ ചുമ്മാ വീഡിയോ എടുക്കുന്നതെന്നറിയാം. ഇവനെ പിന്നെ വേറെ എവിടെയും കിട്ടത്തില്ല. അവന് വീഡിയോയിലൊക്കെ വരാൻ കുറച്ച് മടിയായിരുന്നു. അപ്പോൾ ആ മടിയൊക്കെ തീർത്തു കൊടുക്കാൻ വേണ്ടിയായിരുന്നു. പിന്നെ ഞങ്ങളിവിടെയും തകർപ്പൻ ഫോട്ടോ എടുപ്പായിരുന്നു. കാരണം ക്യാമറമാനായിട്ട് എൻ്റെ ഇത്തായി എൻ്റെ അനിയത്തിയായിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതെന്തോന്നറിയോ, ഞങ്ങളൊരു വീഡിയോയ്ക്ക് പോസ് ചെയ്തു. ആ പോസ്റ്റ് കറക്റ്റായിട്ട് കിട്ടിയാന്നറിയാൻ വേണ്ടിയായിരുന്നു ഞങ്ങൾ കാണിച്ചു കൂട്ടിയതായിരുന്നു. പിന്നെ മഴ പെയ്തു. ഞങ്ങൾ ഞങ്ങൾ വെറുതെ വിടത്തില്ല, ഞങ്ങൾ ഫോട്ടോ എടുത്ത് തകർക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ അടുത്ത ഏത് സ്ഥലങ്ങളിലേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ പോകണോ, വേറെ എവിടെയെങ്കിലും കറങ്ങാൻ പോകണോ എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ അവിടെ പോകുന്ന വഴിക്ക് ഒരു കുളിപ്പായ ഉണ്ടപ്പോൾ പിന്നെ അതും ഇതായി. അപ്പം ഇതിൽ ഒരു പ്രത്യേകത ഉണ്ട്. കാരണം മൂത്ത ഇത്താൻ്റെ മോൻ്റെയൊക്കെ പറഞ്ഞു ഫോട്ടോ എടുക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് തരണം, കാരണം എനിക്കത് യൂട്യൂബിലിടാന്ന്. അപ്പം അവൻ്റെ ആ വോയിസ് ക്ലിപ്പ് ഞാൻ കിട്ടും. ഫോട്ടോഗ്രാഫർ ബാക്കി കുട്ടികളെല്ലാരും കളിക്കുകയാണ് ഗൈസ്. കണ്ടോ ഗൈസ്, കളിക്കുകയാണ് ഗൈസ്. ഓ എനിക്കറിയില്ല ഗൈസ്, ഈ മോളും എല്ലാവർക്കും ബാക്കി എല്ലാവർക്കും എന്താ പറയാ ഫോട്ടോ എടുക്കുന്നതാണ് താല്പര്യം. കണ്ടോ ഗൈസ്. അപ്പോൾ അവനിലേക്ക് ഞാൻ വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞു. അപ്പോൾ അവനൊരു യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനൽ ഇടുന്ന രീതിയിലാണ് അവൻ വീഡിയോ എടുത്തുന്നത്. അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങളങ്ങനെ ലൈറ്റ് ഹൗസിൻ്റെ അങ്ങോട്ട് പോകാം കേട്ടോ, പാനിപ്പൂരി കഴിക്കാൻ. അപ്പം പാനിപ്പൂരിയൊക്കെ കഴിക്കാൻ വേണ്ടി പോകാം. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാട്ടോ ഈ സാധനം കഴിക്കുന്നു. പക്ഷെ കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പാനിപ്പൂരിയും അതും ഇതുമൊക്കെ കഴിച്ച് ഉല്ലസിച്ച് പിന്നെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. കാരണം ഞങ്ങൾ അവിടെ പോയാലും ഫോട്ടോസ് എടുക്കുമല്ലോ, അതാണല്ലോ മെയിൻ പരിപാടി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ മുപ്പാലത്തിലേക്ക് പോയി. എന്തിന് ഫോട്ടോ എടുക്കാൻ, വേറെ ഒന്നിനുമല്ല. ഞങ്ങൾ ഈ കറക്കം തന്നെ ഫോട്ടോ എടുക്കാനാണെന്ന് വരെ ഞങ്ങൾ ആലോചിച്ച് പോയി. കാരണം അത്രയ്ക്കും ഉണ്ടായിരുന്നു ഫോട്ടോ എടുപ്പ്. അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ ഉല്ലസിച്ചൊക്കെ അവിടെ രസിച്ച് കളിച്ച് ചിരിച്ചൊക്കെ നടക്കുക.
അങ്ങനെയല്ല കാണിച്ചു തരുമോ ഇനിയിപ്പോ? എനിക്കറിയത്തില്ല. സൈഫാന്റെ തള്ളേ ലെല്ലുവിന് അറിയത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ 6:30-7 മണിയായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ നേരെ KFCയിലേക്ക് പോയി കേട്ടോ. കാരണം എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി, പിള്ളേർ അതിൻ്റെ ബഹളവും തുടങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട വന്നു, ഫുഡ് വന്നു. അങ്ങനെ ഞങ്ങൾ KFCയും അവർ പെപ്സിയെ കുടിച്ചു. ഞാൻ പെപ്സി കുടിക്കാറില്ല, കാരണം എനിക്ക് കുടിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് കുടിക്കാറില്ല. അങ്ങനെ അതൊക്കെ ഞങ്ങൾ ആസ്വദിച്ച് കഴിക്കുമായിരുന്നു. കണ്ടോ എന്താ അച്ചടക്കമുള്ള പിള്ളേർ. നേരത്തെ അലമ്പാടൊക്കെ പിള്ളേരാന്ന് ആരെങ്കിലും പറയുമോ? അത്ര അച്ചടക്കമൊക്കെ ഉള്ള പിള്ളേരാണ് ഞങ്ങൾ. അങ്ങനെ എല്ലാവരെയും പ്ലേറ്റിലൊക്കെ ഫുഡൊക്കെ നേരുന്നു. ഞങ്ങളങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഒരു എന്താ പറയുക ഇതായപ്പോൾ ഞങ്ങൾ അടുത്തത് ഞങ്ങൾ വീട്ടിൽ പോകാമെന്നൊരു തീരുമാനത്തിലെത്തി. കാരണം 7 മണി കഴിഞ്ഞല്ലോ, ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, വീട്ടിൽ പോകാമെന്ന് ചോദിച്ചു. കാരണം ഇരുട്ടായില്ല, ഇനി അങ്ങോട്ടും പോയിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്